ഹലോ, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ സ്കൂളിലെ സ്റ്റാഫ് ഡേ സെലിബ്രേഷൻ്റെ ഒരു ചെറിയൊരു മിനി വ്ളോഗാണ്. അപ്പോൾ രാവിലെ തന്നെ കൃത്യസമയത്തിന് എല്ലാ സ്റ്റാഫും നമ്മളെ സ്കൂളിൽ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ടെക് ഹാളിൽ വെച്ചിട്ടായിരുന്നു നമ്മളെ സ്റ്റാഫ് ഡേ പ്രോഗ്രാം നടക്കുന്നത്. അപ്പോൾ രാവിലെ വന്ന സമയത്തിന് നമുക്ക് എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ടൊരു ചായയും അതുപോലെ പലഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് നമ്മൾ നേരെ നമ്മുടെ ഇനാഗ്രേഷൻ ഫംഗ്ഷനിലോട്ട് കടക്കുകയാണ്. അപ്പോൾ ഇനാഗ്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ചെയർമാൻ, അതുപോലെ വൈസ് ചെയർമാൻ, സെക്രട്ടറി, അതുപോലെ CFO, പ്രിൻസിപ്പൽ സാർ, വൈസ് പ്രിൻസിപ്പൽ സാർ എല്ലാവരും വേദിയിലുണ്ടായിരുന്നു. അവരൊരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. അതിനുശേഷം നമുക്ക് ഒരുപാട് അവാർഡ് ദാനങ്ങൾ, അഥവാ നമുക്ക് ഒരുപാട് നല്ല നല്ല ടീച്ചേഴ്സിന് ഒരുപാട് സമ്മാനങ്ങൾ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോരോ ടീച്ചേഴ്സിനെയും HODസിനെയും ഒക്കെ വിളിച്ച് അവർക്കുള്ള സമ്മാനങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ്. നമ്മുടെ ഓഫീസ് സ്റ്റാഫിനുള്ള സമ്മാനങ്ങൾ, അതുപോലെ നമ്മുടെ ആയമാർക്കുള്ള സമ്മാനങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മളെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ടീച്ചേഴ്സിന് സമ്മാനം കിട്ടുകയാണ്. അങ്ങനെ ഓരോരോ മന്ത്ലിയും ബെസ്റ്റ് ടീച്ചേഴ്സിനും എല്ലാ ടീച്ചേഴ്സിനും അതുപോലെ സ്റ്റാഫിനും ഒക്കെ ഉള്ള അവാർഡ് കൊടുക്കുന്നുണ്ടായിരുന്നു. നമ്മളെ ബസ് ഡ്രൈവേഴ്സ്, അറ്റൻഡേഴ്സ് അവർക്കുള്ളതൊക്കെ അവാർഡ് ഉണ്ടായിരുന്നു. പിന്നെ അനില മാമാണ് നമ്മുടെ 2024 and 2025 ബെസ്റ്റ് ടീച്ചേഴ്സ് ഓഫ് ദ ഇയർ ആയിട്ട് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് ലഞ്ച് ടൈം ആയിരുന്നു. എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ടുള്ള ഫുഡ് തന്നെ നമ്മളെ സ്കൂൾ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം സ്വീറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും ഭക്ഷണം കഴിച്ചതിന് ശേഷം സ്വീറ്റ്സ് ഒക്കെ കഴിച്ചു. അതിനുശേഷം നമുക്ക് ടെക്റ്റിൻ്റെ വക കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കേക്ക് കൊടുക്കുന്ന സമയത്ത് ഒരു വീഡിയോ എടുത്തതാണിത്. അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് തന്നെ കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് മുമ്പിലോട്ട് വന്നു. അതിനുശേഷം നമ്മളെ സെക്രട്ടറി സാറാണ് നമ്മളെ കേക്ക് കട്ട് ചെയ്യുന്നത്. കേക്ക് മുറിച്ചിട്ട് നമ്മുടെ കൂടെയുള്ള ടീച്ചറുടെ മകൾക്കാണ് ഫസ്റ്റ് തന്നെ കേക്ക് കൊടുത്തു. അതിനുശേഷം പ്രിൻസിപ്പൽ സാർ വന്നു. ഇനി എല്ലാവരും വന്ന് കഴിച്ചോളൂ കേട്ടോ, ആരും മടിയൊന്നും കാണിച്ചിരിക്കേണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം നമുക്ക് സ്റ്റാഫ് ഡേയുടെ ഭാഗമായിട്ട് ഒരു പ്രോഗ്രാം മാത്രം ചെയ്യാൻ ബാക്കിയുണ്ടായിരുന്നു. അതാണ് ട്രഷർ ഹണ്ട്. അപ്പോൾ ട്രഷർ ഹണ്ടിനുള്ള ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ സാറ് പറഞ്ഞു തന്നു. ആ സമയത്ത് നമ്മുടെ സ്റ്റാഫിനുള്ള കേക്കൊക്കെ ഓരോരുത്തരായിട്ട് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ട്രഷർ ഹണ്ടിനുള്ള ടീമൊക്കെ സെറ്റ് ചെയ്തു. അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നിട്ടും 4 ആൾക്കാർ വീതമാണ് ട്രഷർ ഹണ്ടിന് പോയത്. അതിനുശേഷം നമ്മുടെ കൾച്ചറൽ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. ഇനി ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റും അവർക്ക് കിട്ടിയൊരു ടൈം ലിമിറ്റ് ഉണ്ട്. ആ ടൈം ലിമിറ്റിനുള്ളിൽ അവർക്ക് പറ്റുന്ന പ്രോഗ്രാംസൊക്കെ അവതരിപ്പിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇസ്ലാമിക് ഡിപ്പാർട്ട്മെൻറ്റിനാണ് ടോക്കൺ കിട്ടിയത്. അതിനുശേഷം ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് LP ഡിപ്പാർട്ട്മെൻറ്റായിരുന്നു ടോക്കൺ. അങ്ങനെ മിസ്സിൻ്റെ സോങ്ങും അതിനുശേഷം ഞങ്ങളുടെ ഡാൻസ് പ്രോഗ്രാമും അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഷാസിയ ടീമിൻ്റെ വക അവരുടെ ഒരു ഗാസയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിനുശേഷം KG ഡിപ്പാർട്ട്മെൻറ്റ് വക വണ്ടർ ഡോട്ടിൻ്റെ വക അവരുടെ ഡാൻസും അതുപോലെ അവരുടെ നാഗാലാൻഡ് ടീച്ചേഴ്സിൻ്റെ വക ഒരു ഫ്യൂഷൻ ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം അടുത്ത ടീമായിട്ട് വന്നത്